ഐസും അതേപോലെ തന്നെ നമ്മളെ കണ്ണൊക്കെ രണ്ടും സെയിം അല്ല, അതായത് നമ്മളെ പുരുകവും കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകളാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മളെ മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്, നോർമൽ ഒരു ഐബ്രോ പെൻസിലാണ്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇത് കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും എഴുതുന്ന സമയത്ത്. അതേപോലെ തന്നെ ഭയങ്കര ക്രീമി അല്ല, എന്നാൽ ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഫോമുമല്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ സംഭവമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്പൂലിയോട് കൊടുത്തിട്ടുണ്ട്. അടുത്ത വന്നിട്ട് നമ്മളുടെ ഈ ഒരു കൊളോസൽ കാജലാണ് കേട്ടോ, നമ്മുടെ ഏതായിരുന്നു ബ്രാൻഡ് മെബലൈൻ്റെ കൊളോസൽ കാജലാണ്. ഇതിൻ്റെ തന്നെ ഐലൈനറും അതേപോലെ തന്നെ മസ്കാരയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ല ഡീപ്പ് അതേപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇത് സ്മച്ച് പ്രൂഫും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതിക്കുന്ന സമയത്ത് വെള്ളമാകുമ്പോൾ പോകും, അല്ലെങ്കിൽ കണ്ണ് പെട്ടെന്ന് തന്നെ ചിലർക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് നമ്മൾ കൺമഷി പരന്നു പോകുന്നുള്ളത്. ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും സ്മജ് ആവില്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഫേസസ് കാനഡൻ്റെ മാഗ്നറ്റൈസ് കാജൽ തന്നെയാണ്. ഇതിലും അതേപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പരന്നു പോകുന്ന പ്രശ്നമൊന്നുമില്ല, സ്മച്ച് പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി കാജൽ തന്നെയാണ് കേട്ടോ. ഞാനത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് നല്ല ഡീപ്പായിട്ട് അതേപോലെ തന്നെ ബ്ലാക്ക് കളറ് കിട്ടുന്നതായിരിക്കും. ഒറ്റ സ്ട്രോക്കിൽ തന്നെ നല്ല അടിപൊളി കളർ കിട്ടും കേട്ടോ. അടുത്ത് വന്നിട്ട് ഈ ഒരു ഐലൈനറാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഷാർപ്പ് ചെയ്യണ ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ അറ്റത്തായിട്ടൊരു സ്മജ് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു കാജൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളിങ്ങനെ റിട്രാക്ട് ചെയ്യുന്ന സംഭവമല്ല, അല്ലാണ്ട് ഷാർപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. കണ്ടോ, നല്ല ഡാർക്ക് കളറായിരിക്കും വരിക. അതേപോലെ നല്ല ഭംഗിയായിട്ട് എഴുതിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ നമുക്ക് സ്മോക്കേഴ്സ് ഒക്കെ ആക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിങ്ങനെ വെച്ചിട്ട് സ്മോക്കേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ചാമസി മിലാനോൻ്റെ ഒരു ഐബ്രോ പെൻസിൽ, ഒരു പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ കുഞ്ഞൊരു കോണായിട്ട് കൊടുത്തിരിക്കുക. അതായത് നമുക്ക് ഓരോ ഐബ്രോ പോലെ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്, അതായത് എന്താ പറയുക, ഓരോ സ്ട്രോക്ക് പോലെ വരയ്ക്കാൻ സംഭവമില്ലേ, ആ ഒരു ടൈപ്പ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇത് വന്നിട്ടും ഈ ഒരു ചാമസി മിലാനോൻ്റെയാണ്, നമ്മളുടെ ഒരു എന്താ പറയുക ഐബ്രോ പെൻസിൽ തന്നെയാണ്. ഒരു വശത്ത് ഭയങ്കര തിന്നായിട്ടുള്ളതായിരിക്കും, നമുക്ക് ഐബ്രോസിൻ്റെ ഒക്കെ തിന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട്. വൺ സൈഡിൽ കുറച്ച് ഒരു എന്താ പറയുക, കുറച്ച് വീതി കൂടിയ ടൈപ്പിൽ കേട്ടോ. അപ്പോൾ എല്ലാം മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഏതാ വേണ്ടത് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ബൈ.